നീ ഇതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക. അവളെ ഇങ്ങോട്ട് വരെ കിട്ടിയത് നല്ലതായിട്ട് കരുതാം. എടി ചമ്മി നാറിച്ച് അവളെ ഇവിടെ നിന്ന് നമ്മൾ തന്നെ ഓടിക്കുന്നതിന്റെ ഒരു സുഖമില്ലേ? മേയറായ നീയും അസിസ്റ്റന്റ് കമ്മീഷണറായ ഞാനും ഒന്ന് കട്ടക്ക് പിടിച്ചാൽ അത് നടക്കില്ലടി. മേഡം, ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് സർ. മേയറും അസിസ്റ്റന്റ് കമ്മീഷണറും അല്ലേ, അവരും കൂടി അറ്റൻഡ് ചെയ്തോട്ടെ നമ്മുടെ മീറ്റിംഗ്. ഇവരുടെ കൂടി സഹായത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പൊളിറ്റീഷ്യൻസും അഡ്മിനിസ്ട്രേഷനും പോലീസും എല്ലാം ചേർന്നതാണ് ഭരണയന്ത്രം. എടി ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ കൂട്ടം നടക്കത്തില്ല. നമ്മളെ പിന്തുണയില്ലെങ്കിൽ ഇവള് വെറും ഷോ. മേയർ ഇരിക്കണം. Excuse me, with your permission, 1 minute. ഇതുകൊണ്ട് ഇപ്പോഴൊന്നും എഴുതി കളയരുത്. താൻ കളക്ടറായി കഴിയുമ്പോൾ ആദ്യത്തെ ഉത്തരവിൽ ഒപ്പിടാനുള്ള പേനയത്. ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനുള്ളതാണ്. എന്താണ് മേഡം? സത്യഭാമ എന്ന സ്ത്രീയുടെ തോക്കിന്റെ ലൈസൻസ് നിഷേധിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് തെറ്റിദ്ധാരണ മൂലമുള്ളതായതിനാൽ ലൈസൻസ് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള പുതിയ കളക്ടറുടെ ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ വിട്ടയക്കണം. മേഡം അത് വാങ്ങണം മിസ്റ്റർ ACP. The collector was misled. അഥവാ കളക്ടർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഞാൻ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. തെറ്റിദ്ധരിപ്പിച്ചത് ആരാണെന്നും എങ്ങനെയാണെന്നും ഒരു അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള അധികാരമുണ്ട് ജില്ലാ കളക്ടർക്ക്. ആ കേസിൽ സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടായാൽ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന പദവിയൊക്കെ അഴിച്ചുവെച്ച് വീട്ടിൽ പോയിരിക്കേണ്ടി വരും പലർക്കും. പദവി സർക്കാർ നൽകിയതായാലും ജനങ്ങൾ നൽകിയതായാലും അത് ഞാൻ ചെയ്യാത്തത് എന്റെ ഈ കസേരയിൽ എനിക്ക് മുന്നേ ഇരുന്ന ആളോടുള്ള പരിമിതമായ ബഹുമാനം കൊണ്ട് മാത്രമാണ്. പക്ഷേ പോരാട്ടം അഴിമതിക്കെതിരെ ആകുമ്പോ ബഹുമാനത്തിന് പോലും ആയുസ് ഒരു തവണത്തേക്കേ ഉണ്ടാകും. ഒരൊറ്റ തവണ.
ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഉണ്ട് മാഡം. സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ. റിലീസ് ഇമ്മീഡിയറ്റ്ലി. മാഡം, അയാളെ ഉടനെ വിട്ടയക്കാൻ. അത് അയാളൊരു എണ്ണം പറഞ്ഞ കേടിയാണ് മാഡം. ഒരു ജില്ലാ കളക്ടർക്ക് ചിലപ്പോൾ തോക്കിൻ്റെ ലൈസൻസ് തിരികെ കൊടുക്കാൻ പറ്റിയേക്കും. പക്ഷേ ഒരു ക്രിമിനലിനെ കസ്റ്റഡി എടുക്കണോ വേണ്ടി തീരുമാനിക്കുന്നത് പോലീസാണ് മാഡം. ഓ, അങ്ങനെയാണല്ലേ? നിയമം അങ്ങനെയാണല്ലോ മാഡം. എങ്കിൽ സത്യഭാമയുടെ മകൻ വിഷ്ണു ചെയ്തുവെന്ന് നിങ്ങൾ ആരോപിക്കുന്ന എല്ലാ കുറ്റങ്ങൾക്കും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നിയമം അങ്ങനെയുണ്ടല്ലോ ചന്ദ്രബോസ്. മാഡം, പിന്നെ വിഷ്ണുവിനെ വെറുതെ വിട്ടയച്ചാൽ മാത്രം പോരാ. പോലീസ് അകമ്പടിയോടെ തിരികെ സത്യഭാമയുടെ വീട്ടിലെത്തിക്കുകയും വേണം. മാഡം. പോലീസിന്റെ അധികാരത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായ ധാരണ ചന്ദ്രബോസിനുള്ള സ്ഥിതിക്ക് ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കൂടി പഠിപ്പിച്ചു തരാം ചന്ദ്രബോസിന്. പിന്നെ കോപ്പാണ്, നീ എന്നെ പഠിപ്പിച്ചതുവാ. അറസ്റ്റിൽ കഴിയുന്നവർ, അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, ആ കേസുകളിലെ അന്വേഷണ പുരോഗതി, ഇവയൊക്കെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. വിത്തിൻ 24 hours. ഈ മാസത്തല്ലേ മാഡം എത്തിക്കാം? ഈ മാസത്തെ അല്ല. ചന്ദ്രബോസ് ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണറായി ചാർജ് എടുത്ത അന്ന് മുതലുള്ള കേസ് ഹിസ്റ്ററി. മാഡം, കേടികൾ പോലീസ് ആവുമ്പോഴാണ് ജനത്തിന് കേടിയാകേണ്ടി വരുന്നത്. ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ ചന്ദ്രബോസിന്റെ റെക്കോർഡ്സ്. വൺ മോർ തിങ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഡെയിലി ബ്രീഫിംഗ് ഉണ്ടായിരിക്കണം ഇവിടെ എല്ലാ ദിവസവും വൈകിട്ട് 6-ന്. ഓരോ 24 മണിക്കൂറിലും പോലീസ് എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നൊക്കെ. മാഡം. ഇറ്റ്സ് എൻ ഓർഡർ. യെസ് മാഡം. മിസ്റ്റർ ACP, ഒറീസയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ തീവ്രവാദികളെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട് സബ് കളക്ടറായിരുന്ന ശാലിനി വിഷ്ണു. പിന്നെയാ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും പോലീസും. പുസ്തകത്തിൽ പഠിച്ചത് നാട്ടിൽ നടപ്പാക്കണം ACP. അതിനു വേണ്ടിയാ സർക്കാർ നമുക്കൊക്കെ ശമ്പളം തരുന്നത്. നടത്തിയില്ലെങ്കിൽ നടത്തിക്കും ശാലിനി. സൂപ്പർ കൊലമാസ്. 2 വിസിലും കൂടെ അടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കളക്ടറേറ്റ് ആയിപ്പോയി. മേയറും എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കുഞ്ഞുങ്ങൾക്കുള്ള ഉച്ചക്കഞ്ഞി മുതൽ കന്നുകാലികൾക്കുള്ള കാലിത്തീറ്റയിൽ വരെ കോർപ്പറേഷൻ കൈയിട്ട് വാരിയെന്നൊരു ആരോപണമുണ്ട് കോർപ്പറേഷനെ പറ്റി. ഫയലെല്ലാം ഇങ്ങ് കെട്ടിപ്പൊതിഞ്ഞെടുപ്പിക്കണോ? ഏയ് നോ നോ. എന്നുവെച്ചാ സഹകരിക്കുമെന്നോ ഇല്ലെന്നോ? സഹകരിക്കാം. പോലീസുകാരെ പോലെ എനിക്കാരെ പറ്റി മുൻവിധിയൊന്നുമില്ലല്ലോ. സ്വന്തം കാര്യം വന്നപ്പോൾ നീ ഊരിയല്ലടി. സോറി ചിറ്റപ്പ, ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നാ. ഗുഡ്, വെരി ഗുഡ്. പ്രമാദം പ്രമാദമായിരുന്നു. ഇതിനെയാണ് മൂക്കേറിടാന്ന് പറയുന്നത്. അവന്റെ ജീവനക്കാരെല്ലാം കൃത്യസമയത്ത് ഹാജരായിരിക്കണം. ജോലി സമയം കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ഇവിടെ ഇരിക്കാൻ പാടില്ല. ഓരോ ദിവസവും നിങ്ങളുടെ ജോലിക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. അത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഓരോരുത്തരുടെയും കുടുംബവും പ്രധാനമാണ്. നല്ലൊരു കുടുംബമുള്ളവർക്ക് നല്ലൊരു ഭരണാധികാരി ആവാൻ പറ്റും. അഴിമതി ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ. പഞ്ചായത്ത് ഓഫീസിലെ ഡെയിലി വേജസുകാരായ ജീവനക്കാരൻ ചായക്കാശ് വാങ്ങിക്കുന്നത് പോലെ അല്ല കളക്ട്രേറ്റിലെ പിയോൺ
കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു വാങ്ങിക്കുന്ന കൈക്കൂലി. പദവി ഉയരും തോറും കുറ്റം കൂടുതൽ ഗുരുതരമാവും, പ്രത്യാഘാതവും. അഴിമതി, കൈക്കൂലി, സ്വജന പക്ഷപാതം, ഇതൊക്കെ തട്ടിയെടുക്കുന്നത് മറ്റൊരാളുടെ അവസരത്തെയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെയോ കുട്ടിയുടെയോ അവസരമായിരിക്കും. നാളെ നിങ്ങൾ ഇല്ലാതാവുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ അർഹിക്കുന്ന വിധവാ പെൻഷൻ ഒരാൾ തടഞ്ഞു വെച്ചാൽ എന്തുമാത്രം നിന്ദ്യവും നികൃഷ്ടവുമായിരിക്കും അത്. നമ്മുടേതെന്ന് കരുതി ചെയ്യുമ്പോഴേ ഏതൊരു ജോലിയിലും ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ ജനത്തെ സേവിക്കുന്നില്ല, നമ്മൾ സേവിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ജനം. ജനത്തിൽ ഒരുവനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ തന്നെ സേവിക്കാൻ സർക്കാർ നമ്മളെ തിരഞ്ഞെടുത്തു, അതിന് ശമ്പളവും തരുന്നു. അതിലും വലിയ കാര്യം എന്താണ്? അതുകൊണ്ട് നല്ലതേ നടക്കാവൂ. വിയോജിപ്പുള്ളവർക്ക് അത് രേഖപ്പെടുത്താം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണിത്. Enough for today. എല്ലാവർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. അപ്പോ കാണാൻ കളക്ടറെ. കാണണം. അതിനാണല്ലോ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മടങ്ങി വന്നിരിക്കുന്നത്. നന്ദിയുണ്ട് ജഗദീപ്, വിവരങ്ങളെല്ലാം കൃത്യസമയത്ത് എത്തിച്ചു തന്നതിന്. അതുപോലെ വിഷ്ണു ആശാൻ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതാണ്. ആശാനെ സത്യമ്മേനെ ഇവരെ കൂടി കണക്കിന് ചോദിച്ചു. അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയത്. ജോൺ എബ്രഹാമിനെ പറ്റിയുള്ള വിവരങ്ങൾ ജഗദീപ് വിജിലൻസിന് കൊടുത്തതും ഇവിടെ ഒരു വലിയ മാറ്റത്തിന് സഹായിച്ചു. അല്ല, കുടുംബത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മാഡത്തിന്റെ കുടുംബം അതെ, ഞാൻ അവിടെ ഒന്ന് വിളിച്ച് അറിയിച്ചോട്ടെ, ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുത്തെന്ന്. വിഷ്ണു ആശാന് ഭയങ്കര സന്തോഷമാവും. ആശാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അത്. എന്നെ എപ്പോൾ കണ്ടാലും ശാലിനി മാഡത്തിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ മനസ്സിൽ മാഡം മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോട്ടെ മാഡം. സമയമായില്ല ജഗദീപ്, ആകുമ്പോൾ ഞാൻ തന്നെ പറയാം. ആ ശരി, എന്നാ ഞാനങ്ങോട്ട്. ശരി. എന്നെ എപ്പോൾ കണ്ടാലും ശാലിനി മാഡത്തിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ മനസ്സിൽ മാഡം മാത്രമേ ഉള്ളൂ. ചിറ്റപ്പന ഒരു കോപ്പും പറയണ്ട. അവളെ കൊണ്ടൊന്നും സാധിക്കില്ല. നമ്മളൊക്കെ കൂടി പിന്തുണച്ചില്ലെങ്കിൽ അവള് കസേരയിലിരുന്ന് ഈ തുരുമ്പിക്കും. കാറ്റുപോയ ബലൂണെന്നൊക്കെ അല്ലേ തട്ടിവിട്ടത്. എന്നിട്ടിപ്പ എങ്ങനെ ഇരിക്കുന്നു? അവൾ ഇത്രയും ജഗതിയില്ലെന്ന് ഞാൻ കരുതിയില്ല മോളെ. കരുതണമായിരുന്നു. മോളെ, നീ മേയർ എന്നുള്ള കാര്യം മറക്കല്ലേ. മേയറും കുന്തവും. ചിറ്റപ്പ, ഞാൻ ഇനി ഒന്നും നോക്കില്ല കേട്ടോ. ചിറ്റപ്പന അറിയാലോ, 6 വർഷം ഞാൻ ജയിലിൽ ഹോമിച്ചത്.
എന്റെ നല്ല പ്രായം, യൗവനം, അവൾ ഒറ്റ ഒരാള്, ശാലിനി കാരണം. ശാലിനി സിവിൽ സർവീസസ് ട്രെയിനിങ്ങിന് മസൂരിക്ക് പോയതിന് പിന്നാലെ എന്റെ പരോളും തീർന്നു. പിന്നെയുള്ള 6 വർഷം ജയിലിനുള്ളിലെ എന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചിറ്റപ്പൻ അറിയോ? പറ. പറഞ്ഞാലൊന്നും മനസ്സിലാവില്ലത്. എത്ര പണമോ പദവിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കയ്യൂക്കുള്ളവരുടെ മാത്രം ലോകം അത്. കൊലപാതകികളുടെയും മോഷ്ടാക്കളുടെയും കവർച്ചക്കാരുടെയും ലൈംഗിക തൊഴിലാളികളുടെ ഒക്കെ കൂടെയാ സുസ്മിത അന്തി ഉറങ്ങിയതും ജീവിച്ചതും. UK ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മോള് സുസ്മിത. സുസ്മിത പണത്തിലോ പദവിയിലോ യോഗ്യതയിലോ സൗന്ദര്യത്തിലോ സുസ്മിതയുടെ 7 അയലത്ത് വരാത്തതുങ്ങളെയൊക്കെ ചേച്ചിന്നും മാഡെന്നും വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. വാർഡന്റെയും മറ്റ് ജയിൽ ജീവനക്കാരുടെയും ഭരണം വേറെ. മോളെ, ചിറ്റപ്പനും അമ്മയും അച്ഛനൊക്കെ പുറത്തുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇനിയൊരു പരോളില്ല. അനുവദിക്കപ്പെട്ട ദിവസങ്ങളിൽ വിസിറ്റേഴ്സ് റൂമിൽ വന്ന് നിങ്ങൾക്ക് എന്നെ കാണാം. മോളെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ണീര് കുടിച്ചിറക്കിയ സുഖമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വേറൊരു ലോക. പുറം ലോകവുമായി ഒരു ബന്ധവും സാദൃശ്യവും ഇല്ലാത്ത വേറൊരു വിചിത്രമായ ലോകം. ഇനി ഞാൻ സുഖമല്ലാന്നറിയിച്ച് കുറെ പരാതി കൂടെ പറഞ്ഞാലും അതങ്ങനെ തന്നെ തുടരും. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തില് അല്ലെങ്കിൽ സിനിമയില് നമുക്ക് കയറി ഇടപെടാൻ പറ്റുമോ? ഇല്ല. ആരോ തയ്യാറാക്കിയ വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടതിന്. പുറത്തുനിന്ന് കൈയടിച്ചാലും കൂകി വിളിച്ചാലും ആ സ്ക്രിപ്റ്റിലേത് മുന്നോട്ട് നീങ്ങും. അതേപോലെ തന്നെ ഇതും. മോളെ മനസ്സിലാവുന്നുണ്ടടി? മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല ചിറ്റപ്പ. ചിറ്റപ്പൻ അറിയോ, സെല്ലിന്റെ തണുത്ത തറയിൽ കവിളമർത്തി കണ്ണീര് കുടിച്ചു കിടന്ന എല്ലാ രാത്രിയിലും എനിക്കൊരു സമാധാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജയിലിൽ കിടന്നു പുഴുവരിച്ചാലും അവളുണ്ടല്ലോ, അവളുടെ കുടുംബം തൊലഞ്ഞു പോയല്ലോ എന്ന്. അവളിനി ഒരിക്കലും ഭർത്താവുമായി സുഖമായി ജീവിക്കാൻ പോകുന്നില്ല എന്ന്. കുടുംബമോ കുഞ്ഞുങ്ങളോ സമാധാനമോ ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അച്ഛന്റെ അമ്മയുടെയും പണത്തിന്റെ ബലത്തിൽ കോർപ്പറേഷനിൽ മത്സരിച്ചു. പണമെറിയാനുള്ള കഴിവുള്ളതുകൊണ്ട് മേയറുമായി. അല്പം നരകിച്ചെങ്കിലും എല്ലാം ജയിച്ചു. ഇനിയൊരു തോൽവി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാ അവളുടെ ഒരു റീ എൻട്രി. അതും പത്തരമാറ്റ് പകിട്ടോടെ. ഇല്ല ചിറ്റപ്പ, അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ സമാധാനിച്ചിരിക്കുമ്പോ വീണ്ടും ഒരു അംഗത്തിനുള്ള ആയുധങ്ങൾ സംഭരിക്കായിരുന്നു ശാലിനി. മസൂരിയിലെ ട്രെയിനിങ്ങും സബ് കളക്ടർ പദവി ഹരിഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ. എന്താണ് നിനക്ക്? അയ്യോ, ദേഷ്യപ്പെട്ട് കളയില്ല എന്റെ പൊന്ന് ചിറ്റപ്പൻ സാറേ. ചിറ്റപ്പൻ സാറ് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളിൽ ഇവൾക്ക് കുറച്ച് വ്യക്തത കൊടുക്കാനാണ് ഞാൻ വന്നത്. എടി സുസ്മിത, ജനപ്രതിനിധിയുടെ പവറെന്ന് കേട്ടിട്ട് നീ വെറുതെ തെറ്റിദ്ധരിച്ചു കളയില്ലേ. വെറും 13 വോട്ടിനാണ് നീ ജയിച്ചെന്നുള്ളത് മറക്കണ്ട.
ഇപ്പം 3 കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തിലാണ് നീ മേയറായിട്ട് വിലസുന്നത്. ഇനി ഒരു കുതികാൽ വെട്ടോ കൗൺസിലർമാർക്ക് മനമാറ്റമോ സംഭവിച്ചാൽ നീ ഒരു സാധാ കൗൺസിലർ മാത്രമാണ്. ഇനി ഒരു ഇലക്ഷനാണ് വരുന്നതെങ്കിൽ നീ നിന്ന ശിവകാശിപ്പടക്കം പോലെ പൊട്ടും. അപ്പൊ നീ കൗൺസിലറൊന്നുമല്ല, വെറും പ്രജ.